ഈ വീട്ടിലെ പണിയെടുത്തിന് നടുപൊടിയും. ഇവിടെ ഉള്ളവരാണെങ്കിലോ കൊടുക്കുന്ന പൈസയുടെ ഇരട്ടി പണിയെടുപ്പിക്കും. വലിയ ഡോക്ടർ മുതലാളിയൊക്കെയാ, പക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല. അതൊക്കെ ആ റോസമ്മ ചേച്ചി എല്ലാ ജോലിക്കും കൂടുകയും ചെയ്യും. പകുതി പണിയാണ് അവരെ കൊണ്ട് എടുപ്പിക്കും. എന്താടി രമണി, രാവിലെ തന്നെ ഒരു ആത്മകഥം? നിനക്കെന്തെങ്കിലും പരാതിയോ പരിഭവോ ഉണ്ടോ? ഒന്നുമില്ല എന്റെ സജീവൻ ചേട്ടാ, ഞാനിങ്ങനെ ബോറടിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞതാ. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ എല്ലാ പണിയും ചെയ്യുന്നേ? നിനക്ക് കൂട്ടിന് ഞാനൊരു സഹായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്റെ സജീവൻ ചേട്ടാ, എനിക്കിവിടെ തന്നെ ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. അർപ്പിത മോനെ, ഇങ്ങോട്ട് വന്നേ. മടിയൊന്നും വേണ്ട, നമ്മുടെ സ്വന്തം രമണി ചേച്ചിയല്ലേ. അല്ല, ഇത് നമ്മുടെ അർപ്പിത മോനല്ലേ? ഇവനാണോ എന്നെ സഹായിക്കാൻ വേണ്ടി സാറ് കൊണ്ടുവന്ന ആള്? അതെ രമണി, ഇനി ഇവനും ഇവിടെ കാണും. ഇവൻ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, 2-3 വിഷയത്തിന് തോറ്റിട്ടുണ്ട്. അല്ലെങ്കിലും 80-17 മാർക്ക് വാങ്ങുന്ന ഇവനെയൊക്കെ ഞാൻ എന്തിനാ സ്കൂളിൽ വിടുന്നത്? നീ ഇവനിവിടെ പണിക്കൊക്കെ കൂട്ടിക്കോ, വേണമെങ്കിൽ കഞ്ഞിയും കറിയും വെക്കാനൊക്കെ പഠിപ്പിച്ചോ. അവനൊരു പ്രയോജനമാവട്ടെ അതുകൊണ്ട്. നിനക്കൊക്കെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ചെറുക്ക? പഠിച്ചുകൂടെ നിനക്കൊക്കെ? എന്റെ മക്കളെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാ പഠിപ്പിക്കുന്നത്. നിനക്കൊന്നും ഒരു കുറവ് അറിയാത്തതിന്റെ കുഴപ്പമാ. മര്യാദക്കിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വലുതാകുമ്പോൾ കണ്ടവന്റെ വീട്ടിൽ പാത്രം കഴുകാനും കറി വെക്കാനും ഒക്കെ പോകേണ്ടി വരും. സ്കൂളിൽ പോവാതെ ഇവിടെ ഇരുന്ന് എന്റെ കൂട്ടുകാരറിഞ്ഞ് കളിയാക്കും. ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? അയ്യോ അച്ഛ, എനിക്ക് പഠിച്ചാൽ മതി, എനിക്ക് കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കണ്ട, എനിക്ക് സ്കൂളിൽ പോയാൽ മതി അച്ഛ, എന്നെ സ്കൂളിൽ വിടച്ച. ഈ ചെറുക്കനെ കൊണ്ട് എന്തൊരു കഷ്ടമാണ്. രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റൂല, ഒരു വക പഠിക്കത്തുമില്ല, എന്നാൽ ബാക്കിയുള്ളവരെ കിടത്തി ഉറക്കത്തുമില്ല. ഈ സജീവൻ നല്ല അടി കൊടുത്ത് വളർത്താത്തതിന്റെ കുഴപ്പം ഈ ചെറുക്കന് നല്ല പെട വെച്ച് കൊടുക്കണം. നിനക്ക് രാവിലെ എങ്ങാനിരുന്ന് മൂങ്ങിക്കൂടെ? വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് രാത്രി തന്നെ വേണോ? ഇവിടെ ഇപ്പൊ കരയാൻ മാത്രം എന്ത് പ്രശ്നമാണോ ഉണ്ടായത്, ഒന്ന് പറയാവോ? അത് പിന്നെ ആന്റി, അച്ഛൻ എന്നെ സ്കൂളിൽ വിടാതെ ഇവിടെ അടുക്കളയിൽ ഇരുത്തിയാല് എനിക്ക് പിന്നെ സ്കൂളിലേ പോകാൻ പറ്റില്ലല്ലോ. നിന്റെ അച്ഛനറിയാം നിന്നെ സ്കൂളിൽ വിട്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലാന്ന്. അല്ലെങ്കിൽ പിന്നെ 80-17 മാർക്കൊക്കെ കിട്ടിയാൽ നിന്നെ ആരെങ്കിലും സ്കൂളിൽ വിടുമോ? പുറത്ത് പറയാൻ പറ്റുമോ 80-17 മാർക്കാന്ന്? നിന്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തും, അപ്പോഴും നീ ഇങ്ങനെ തേരാപ്പാര നടക്കും. അതുകൊണ്ടല്ലേ അച്ഛൻ നിന്നെ പറയുന്നേ. ഞാനിനി പഠിച്ചോളാം ആന്റി, ഞാനിനി ഉഴപ്പില്ല, നല്ലപോലെ പഠിക്കും, പരീക്ഷയിൽ ജയിക്കുകയും ചെയ്യും. ഇത് നീ എപ്പോഴും പറയുന്നതല്ലേ, എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? എപ്പോഴും നീ ഏതെങ്കിലും വിഷയത്തിന് തോക്കില്ലേ? ഞാൻ ഒരിക്കൽ കൂടി പറയാം, മര്യാദയ്ക്കിരുന്ന് പഠിച്ചോ. വെറുതെ അച്ഛനെ കൊണ്ട് അതും ഇതൊന്നും ചെയ്യിക്കണ്ട. രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനുള്ളതാ, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. സമയം 8:30 ആയല്ലോ, ഇനിയിപ്പോ 8:45 ബസ് കിട്ടുമാവോ? എന്റെ സുമയ, നീ ജോലിക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? റഷീദ് നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം സമ്പാദിക്കുന്നില്ലേ, പിന്നെ എന്തിനാ നീ ജോലിക്ക് പോകുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാല് നീ മറ്റൊന്നും വിചാരിക്കരുത്. നീ ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ ഇരുന്ന് കുടുംബം നോക്കിക്കോ. അതൊന്നും പറ്റില്ല ഉമ്മ, ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം. അല്ലെങ്കിലും ഞാൻ പറയുന്ന വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്നെ അനുസരിക്കില്ലേ? നിന്നെ പോലെ തന്നെയല്ല എന്റെ മോളും. ഓക്ക് ഞാൻ പറയുന്നത് ഹസ്ബൻഡ് പറയുന്നതിനപ്പുറത്ത് ഒരു തീരുമാനവും ഇല്ല. ഓള് ജോലിക്ക് പോകുന്നില്ലെങ്കിൽ എന്താ, എന്തെങ്കിലും ഒരു പരാതി ഭർത്താവിന് വീട്ടുകാരിൽ നിന്ന് ഇവള് ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ടോ? ഇത് അതൊന്നും അല്ല കാര്യമ്മ. ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇവിടുത്തെ പണിയൊന്നും ചെയ്യണ്ടല്ലോ. ജോലി എന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്നതാ, എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം? ദേ, അനാവശ്യം പറയരുത്. നല്ല അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ഞാനും വരുന്നത്. അല്ലെങ്കിലും ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണില് മോശം സ്ത്രീകളല്ലേ? അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ 21-ാം നൂറ്റാണ്ടിലും? എന്നോട് അധികം കളിച്ചാലുണ്ടല്ലോ, ഞാൻ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കും. 2 പേരും അകത്ത് കിടക്കും. ഇനി ഞാൻ ഈ ജോലിക്ക് പോവുക തന്നെ ചെയ്യും, നിങ്ങൾ കണ്ടോ? അല്ല, ഇത് ശാലിനി ടീച്ചറല്ലേ? ടീച്ചർ എന്താ ഈ വഴിയില്ലേ? ടീച്ചർക്ക് അപ്പുറത്ത് നിന്നാലും ബസ് കിട്ടുമല്ലോ. ടീച്ചറെ ഒന്ന് നിന്നേ. അല്ല, ഇതാര് സുമയ ടീച്ചറോ? ടീച്ചർ ഇതുവരെ പോയില്ലേ? 8:45 ബസ്സിന് പോവാനാണോ? അതെ ടീച്ചറെ, ഞാനും ആ ബസ്സിന് പോകാൻ വേണ്ടിട്ടാ. ആ ബസ്സിന് നല്ല തിരക്കായിരിക്കും, പിന്നെ വേറെ ബസ്സൊന്നും ഇല്ല അത് കഴിഞ്ഞാല്. അർപ്പിതിന്റെ കാര്യം പറയാതിരിക്കുക വേണ്ടേ? ഇപ്പൊ ടീച്ചേഴ്സ് എല്ലാം അവനെ കുറിച്ചാ പറയുന്നത്. 100% വിജയസാധ്യതയുള്ള ക്ലാസ്സിൽ അവൻ മാത്രം തോക്കുന്നു ഇപ്പം. പണ്ട് നല്ല പോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. കണക്കിനും സയൻസിനും ഒക്കെ പിറകിലായിരുന്നെങ്കിലും ജയിക്കുമായിരുന്നു. ബാക്കി വിഷയങ്ങൾക്ക് മാർക്കുണ്ടെങ്കിലും കണക്കിനും സയൻസിനും ജയിച്ചു കിട്ടണ്ടേ? അത് ജയിച്ചു കിട്ടാതെ പിന്നെ എന്താ കാര്യം? നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ ടീച്ചറെ. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ടൊക്കെ വേണ്ടേ? കണക്കും സയൻസും ഒക്കെ ചെയ്ത് പഠിക്കാതെ പിന്നെ എങ്ങനെ ജയിക്കാനാ? ഞാൻ അവനോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വായിച്ച് പഠിച്ചാലൊന്നും കണക്കും സയൻസും തലയിൽ കയറില്ലാന്ന്. അതിന് നല്ല പോലെ എഫേർട്ട് എടുത്ത് ചെയ്തു പഠിക്കണമെന്ന്. ആര് കേൾക്കാൻ? എന്റെ ടീച്ചറെ, ഈ ബസ്സിന് എന്തൊരു തിരക്കാണോ? ഇതിനെങ്ങനെ നമ്മൾ കയറുന്നേ? നമുക്ക് എന്തായാലും ഇതിന് കയറാം. 9:30 അറ്റൻഡൻസ് പഞ്ച് ചെയ്യേണ്ടതല്ലേ? ഇതിന് കയറിയില്ലെങ്കിൽ അടുത്ത ബസ് കിട്ടൂല. ഈ ആണുങ്ങൾക്ക് കുറച്ച് ഒതുങ്ങി നിന്നൂടെ? പെണ്ണുങ്ങൾക്ക് ഇതിലൂടെ കയറേണ്ടതല്ലേ? ഹലോ ചേട്ടാ, കുറച്ച് ഒതുങ്ങി നിന്നേ, ഞങ്ങൾക്കും കയറണ്ടേ. താൻ എന്തിനാടെങ്കിലും മുട്ടി നിൽക്കുന്നേ? അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, നീങ്ങി നിന്നേ. ഇത് വല്ലാത്തൊരു ശല്യം തന്നെ. കണ്ടിട്ട് പാവാണെന്ന് തോന്നുന്നു, ഒന്ന് മുട്ടി നോക്കാം. താൻ എന്തിനാടോ ഇപ്പൊ എന്നെ വന്ന് മുട്ടിയെ? താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ഇത്?
പെണ്ണുങ്ങളെ കാണുമ്പോൾ തനിക്ക് എന്താടോ ഇത്ര ഇളക്കം? തന്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ? അവരോട് ഇങ്ങനെയാണോ? ഇതൊക്കെ ഇവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും ടീച്ചറെ. വെറുതെ അല്ല ഇവനൊക്കെ മുമ്പിൽ കൂടെ കയറുന്ന. പെണ്ണുങ്ങളുടെ അടുത്ത് നിൽക്കാലോ. ദേ പെണ്ണുമ്പിള്ളെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാനിവരെ തൊട്ടിട്ട് പോലുമില്ല. ആരാടാ നിന്റെ പെണ്ണുമ്പള? ആരാന്ന്? പെണ്ണുങ്ങളുടെ മേത്ത് മുട്ടിയിട്ട് നീ വലിയ ഡയലോഗ് അടിക്കുന്നോടാ. ഈ മത്തായി ആരാണെന്ന് നിനക്ക് അറിയില്ല, നിനക്ക് ഞാൻ കാണിച്ചു തരാടി. നന്നായി ടീച്ചറെ, അവനക്ക് ഇങ്ങനെ തന്നെ കൊടുക്കണം. നിങ്ങൾ എന്തായാലും അവനെ അടിച്ചത് നന്നായി. അവനിത് കിട്ടേണ്ടത് തന്നെയാ. അവനിത് സ്ഥിരം ഏർപ്പാടാ. ചേട്ടന്റെ സപ്പോർട്ടൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും നേരം ഈ പ്രശ്നം ഉണ്ടായപ്പം ഈ ബസ്സിലുണ്ടായിരുന്ന ഒറ്റ ഒരുത്തിന് ഒരുത്തി ഒരക്ഷരം വേണ്ടിയോ? ഇനി ആരും വേണ്ട. വല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവന് തൃപ്തിയായി.